സമ്മാനാർഹമായ ടിക്കറ്റ് എന്ന് ധരിപ്പിച്ച് ലോട്ടറി വിൽപ്പനക്കാരിൽ നിന്നും 5000 രൂപ തട്ടിയെടുത്ത് യുവാവ് കടന്നു. പത്തനംതിട്ട അഴൂരിലാണ് സംഭവം. ശാരീരിക അവശതകളോടൊപ്പം പോരാടി ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിക്കുന്ന രാധാകൃഷ്ണനെയാണ് യുവാവ് വഞ്ചിച്ചത്. പക്ഷാഘാതത്തെ തുടർന്ന് രാധാകൃഷ്ണന്റെ കാലുകളുടെ ചലനം പൂർണ്ണമായും ഇല്ലാതായി. ഈ പ്രതിസന്ധികളെല്ലാം മറികടന്നാണ് രാധാകൃഷ്ണൻ ഉപജീവനത്തിനായി ലോട്ടറി വിൽക്കുന്നത്. സമ്മാനാർഹമായ ടിക്കറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് 5000 രൂപയാണ് രാധാകൃഷ്ണന്റെ പക്കൽ നിന്നും യുവാക്കൾ തട്ടിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച നറുക്കെടുത്ത ഭാഗ്യധാരയിൽ 5000 രൂപയുടെ സമ്മാനം ലഭിച്ചു എന്ന് അവകാശപ്പെട്ടാണ് യുവാവ് എത്തിയത്. BL 33 87 64 എന്ന സംഖ്യയായിരുന്നു ഭാഗ്യക്കുറിയിൽ രേഖപ്പെടുത്തിയിരുന്നത്. രാധാകൃഷ്ണൻ പണം കടം വാങ്ങിയായിരുന്നു യുവാവിന് നൽകിയത്. എന്നാൽ പിന്നീട് സമ്മാനാർഹമായ ടിക്കറ്റ് എന്ന് കരുതി പണം മാറിയെടുക്കാൻ ഏജന്റിനെ സമീപിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. ഒരാൾ വന്ന് മഴ തന്നെയായിരുന്നു. അപ്പോൾ ടിക്കറ്റ് കൊടുത്ത് ബാക്കി പൈസയും വാങ്ങിച്ചിട്ട് 5000 രൂപ ടിക്കറ്റ് അടിച്ചാൽ തന്നു. നമ്പർ തിരുത്തിക്കൊണ്ട് കടയിൽ കൊണ്ട് കൊടുത്തപ്പോഴാണ് നമുക്ക് പറ്റിയപ്പോൾ മനസ്സിലായത്. സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് വന്നിട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പം ആദ്യം പിടിച്ച ആളല്ല. പിന്നെ CCTV പരിശോധിക്കാമെന്ന് പറഞ്ഞ് പോയിക്കുക. പിന്നെ ഇതുവരെ എനക്കുമില്ല. ആ ബെമ്പറിൻ്റെ ടിക്കറ്റ് വിറ്റായിരുന്നു. അതും ആ പൈസ എല്ലാവരുടെ കടം വാങ്ങിച്ചാണ് പൈസ കൊണ്ടുപോയത്. ഭാഗ്യക്കുറിയിൽ രേഖപ്പെടുത്തിയിരുന്നതിൽ 5 എന്ന അക്കം പെൻസിൽ കൊണ്ട് 8 എന്ന് മാറ്റിയെഴുതിയായിരുന്നു തട്ടിപ്പ്. പത്തനംതിട്ട പോലീസിൽ രാധാകൃഷ്ണൻ പരാതി നൽകിയിട്ടുണ്ട്. കയ്യിലില്ലാതിരുന്ന പണം കടം വാങ്ങി നൽകി കബളിപ്പിക്കപ്പെട്ടതിന്റെ ദുഃഖത്തിലാണ് രാധാകൃഷ്ണൻ. കൈരളി ന്യൂസ്, പത്തനംതിട്ട.